എല്ലാവർക്കും കാണത്തില്ലേ, നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലാത്ത നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്. അതേപോലെ ആയിരുന്നു കേട്ടോ എനിക്ക് അവളും. നമ്മുടെയൊക്കെ മനസ്സിൽ കാണുമല്ലോ, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, അതായത് ഏറ്റവും കൂടുതൽ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. അതെ, ആ ഒരു സ്റ്റോറിയാണ് കേട്ടോ ഞാനിന്ന് പറയുന്നത്. ഒരു +1 +2 ലൈഫ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 15 വർഷത്തോളമായിരുന്നു കേട്ടോ. ഞങ്ങളൊരു 4 ഫ്രണ്ട്സ് ആയിരുന്നു, ഭയങ്കര തിക്കായിട്ടുള്ള ഒരു ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ. അതുകൊണ്ടിട്ട് തന്നെ ഞങ്ങൾ ക്ലാസ്സിൽ ടീച്ചേഴ്സ് ഒരുമിച്ചിരുത്തത്തില്ല. കാരണം ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര അലമ്പാവെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ 4 പേരും 4 സ്ഥലത്തോട്ടായിരുന്നു കേട്ടോ ഇട്ടിരുന്നത്. മാറ്റിയിരുത്തിയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ കൂടെ ഇരിക്കാൻ കിട്ടിയ ഒരു ഫ്രണ്ടായിരുന്നു കേട്ടോ, നിഷാന എന്ന് വിളിക്കുന്നത്. ഞങ്ങൾ നിഷ എന്നാണ് കേട്ടോ പുള്ളിക്കാരിനെ വിളിക്കുന്നത്. ഞങ്ങൾ പല പ്രാവശ്യം റീയൂണിയൻ നടത്തിയപ്പം പുള്ളിക്കാരിനെ ഞങ്ങൾ ബന്ധപ്പെടാൻ സാധിച്ചെങ്കിലും പക്ഷെ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല കേട്ടോ, കാരണം പുള്ളിക്കാരി ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് പോയി. പക്ഷെ ഇത്രയും വർഷമായിട്ടും പുള്ളിക്കാരിനെ പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. അവളുടെ നമ്പർ പോലും നമ്മുടെ ആരുടെയും കയ്യിലില്ല കേട്ടോ. അവൾ ഇപ്പോൾ വേറെ ഏതോ സ്ഥലത്ത് സുഖമായി ജീവിക്കുമായിരിക്കും. എന്തായാലും ഈ റീലിലൂടെയെങ്കിലും അവൾ കാണുവാണെന്നുണ്ടെങ്കിൽ, എന്നെ തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ അവളത് മനസ്സിലാക്കട്ടെ. അപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പയറും ഒരു പുഴുങ്ങിയ മുട്ടയായിരുന്നു. ഉച്ചത്തേക്ക് ചോറ് ഉണ്ടായിരുന്നു, പയർ തോരൻ ഉണ്ടായിരുന്നു, സലാഡ് ഉണ്ടായിരുന്നു, മുട്ട വറുത്തത് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകിട്ട് ഒരു ചായയും ഒരു കടിയൊക്കെ ആയിട്ട് കഴിച്ചു. 6 മണിയായപ്പോഴേ ഒരു നേർച്ച ഉണ്ടായിരുന്നു കേട്ടോ. ആളൊറോട്ടി തിക്കറ്, അതിൻ്റെ കുറച്ച് ഒറോട്ടിയും കുറച്ച് ഇറച്ചിക്കറിയായിട്ട് കഴിച്ചു കേട്ടോ. കുറച്ചേ കഴിച്ചുള്ളൂ. പിന്നെ അതിന് ശേഷം കുറച്ച് ചോറും കുറച്ച് പാവക്കാത്തോരനും മീൻകറിയും പയറും മെഴുക്കട്ടൊക്കെ ആയിട്ട് അതും കഴിച്ചു കേട്ടോ.